ഹായ്! ഇന്ന് നമുക്ക് ഈ ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്തൊന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കൺമഷിയാണ് എടുക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ 15 രൂപയേ ഉള്ളൂ. ഈ 300 രൂപയുടെ ജെൽ ഐലൈനറൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ഒരു 30 രൂപയുടെയൊക്കെ ഐബ്രോ പെൻസിൽ അല്ലെങ്കിൽ 90 രൂപയുടെ ഐബ്രോ പെൻസിലൊക്കെ മേടിക്കുന്നതിലും കറക്റ്റ് വെർത്താണ് നിങ്ങൾക്ക് ഈ 15 രൂപയുടെ കൺമഷി എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ടൊരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റാണ്. ഞാൻ ആദ്യം ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നല്ലതായിട്ട് ഡാർക്കൻ ചെയ്തുകൊണ്ട് ഈ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലൈറ്റാക്കി കൊടുത്തുകൊണ്ട് രണ്ടിടം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഐബ്രോസാണ് എനിക്ക് വേറെ ഒന്നും പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഐബ്രോസ് പെർഫെക്റ്റ് ആകണം. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കൺസീൽ ചെയ്യുമ്പം ഈ ഐബ്രോസിൻ്റെ ഈ താഴ്ഭാഗത്തും കൂടെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് പ്രൊഡക്റ്റ് ആദ്യം ചെയ്ത് കൊടുത്തതിന് ശേഷം അതേ ബ്രഷ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിലും ഒരു ഓറഞ്ച് കളർ കൺസീലർ എടുത്തിട്ട് കറക്റ്റായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗം ഒന്ന് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു മേക്കപ്പ് സ്പോഞ്ച് എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ടാൽക്കം പൗഡർ എടുത്തിട്ട് ഐബ്രോസിൻ്റെ മണ്ടയിലും ഈ കൺസീൽ ചെയ്തിടും നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൂത്ത് കൊടുക്കുകയല്ല, പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്കി പ്രൊഡക്റ്റ് നമ്മൾ തൂത്ത് കൊടുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ നെക്കിലെല്ലാം പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഒരു ഐ ഷാഡോയുടെ ബ്രഷ് എടുത്തിട്ട് അത് കറക്റ്റ് കവർ ചെയ്ത് കൊടുത്ത് പിന്നെ ഐബ്രോ പാലറ്റ് കൊണ്ട് ഷാർപ്പൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൗഡർ ഇട്ട് തന്നെ മങ്ങലൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഐബ്രോസ് എപ്പോഴും. ഇതാണ് ഞാൻ എപ്പോഴും ഐബ്രോസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ന്യൂഡ് എഡിഷനിലെ ഒരു മസ്കാര എടുത്തിട്ട് മസ്കാരയല്ല ഐ ഷാഡോ മാറിപ്പോയി എടുത്തിട്ട് കണ്ണിൻ്റെ മണ്ടയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് അതിൻ്റെ പുറത്തുകൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് തന്നെ നമ്മൾ താഴെ കൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് കുറച്ച് നീണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് അത് ഐബ്രോസിൻ്റെ മുകളിലും ഞാൻ ചീക്കിൽ അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഞാൻ ഐലൈൻ ചെയ്യുന്നുണ്ട്. വിങ് ലൈനറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒബ്വിയസ്ലി എല്ലാ ഒരു കാര്യങ്ങൾക്കും ഇത് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. നേരത്തെ അടിവശമൊക്കെ എഴുതുമായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം ഇത്ര മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ലിപ്പ് ലൈൻ ചെയ്യുക ഡാർക്ക് ഷെയ്ഡ് കൊണ്ട്. അതിനകത്ത് ഞാനൊന്ന് ലൈറ്റ് ഷെയ്ഡ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് ഷെയ്ഡ് അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എനിക്കൊരു പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടും. വീണ്ടും അത്രയും ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് ഡാർക്ക് ചെയ്ത് ലൈൻ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു വലിയ പൊട്ട് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എന്തോ ഒരു പന്തികേട് തോന്നിയുകൊണ്ട് ഒരു ചെറിയ ബ്രൗൺ കളർ പൊട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കമ്മലാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ കമ്മലിട്ടു. പിന്നെ നമുക്കൊരു ട്രഡീഷണൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മഞ്ഞൾ കുറി തൊട്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചുമപ്പും കൂടെ ആയി കഴിയുമ്പോഴേ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് തോന്നത്തുള്ളൂ കേട്ടോ. അതൊരു രസമാണത്. അത് നല്ലൊരു കോംബോയാണ് അവർ രണ്ടുപേരും. പിന്നെ ഞാൻ ഉച്ചി സിന്ദൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൂവൊക്കെ വെച്ച് കൊടുക്കാം. എനിക്ക് നല്ല ഫ്രഷ് കിട്ടാത്തതുകൊണ്ട് ഞാൻ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൂവ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതാണ് നമ്മളെടുത്ത ഫോട്ടോസൊക്കെ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബായ്.